നമ്മളിന്ന് ഭയങ്കര ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചട്ടിപ്പത്തിരിൻ്റെ റെസിപ്പിയാണ് ചെയ്യണേ. ആദ്യം നമുക്ക് കുറച്ച് ചിക്കന് ഉപ്പും കുരുമുളകും ഇട്ട് പൊരിച്ചെടുക്കാം. ആ ഒരു പാനിലൊക്കെ തന്നെ ഒരു 2 ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും പാട്ടിട്ട് നല്ലോണം വാട്ടിയെടുക്കുക. നല്ലോണം വാടി വരുമ്പം അതിലേക്ക് ഒരു തക്കാളിയും മുളകുപൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും 1 സ്പൂൺ വീതവും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. അതിന് നമ്മൾ നേരത്തെ പൊരിച്ചത് ചിക്കൻ ഒന്ന് ഷ്രെഡ് ചെയ്തിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് സോയാ സോസും അതുപോലെ തന്നെ ഒരു നുള്ളു കെച്ചപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിന് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കുക ദോശൻ്റെ. അതിന് 1 കപ്പ് മൈദയിലേക്ക് ഒരു കോഴിമുട്ടയും അതിലേക്ക് കുറച്ച് കുരുമുളകും ഉപ്പും കുറച്ച് പാലും കൂടെ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ഭയങ്കര കട്ടിയാ തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി വയ്ക്കാം. പിന്നെ ഉപ്പിടാൻ മറന്നുകൊണ്ട. നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടിയത്. അതിന് നമ്മൾ ചട്ടിപ്പാത്രം ഉണ്ടാക്കാൻ വിചാരിച്ച പാത്രത്തിൻ്റെ അളവിൽ ദോശ ചുട്ടെടുക്കുക. ഞാനൊരു 10 ദോശയെങ്കിലും ചുട്ടിട്ടുണ്ടാവും. നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ ദോശ വെച്ച് കൊടുക്കുക. ദോശയുടെ മുകളിൽ മസാല, പിന്നെയും ദോശ മസാല അതേപോലെ വെച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ചീസ് വെച്ച് കൊടുക്കാൻ മറന്നു പോകരുത്. പിന്നെ നമ്മൾ ദോശ ഉണ്ടാക്കി ബാറ്ററിൻ്റെ ബാക്കിയുള്ളത് ഇതിന് സൈഡിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കുക. ഞാൻ എങ്ങനെ വേവിച്ചത് വെച്ചാൽ അടി കട്ടിലൊരു പാത്രത്തിൻ്റെ മുകളിൽ ഈ ഒരു പാത്രം മൂടി വെച്ചിട്ടാണ് വേവിച്ചിട്ടുണ്ടായിനെ. ഇതിലിപ്പോൾ ദോശയും മസാലയും വെന്തതായതുകൊണ്ട് തന്നെ ഈ ചീസ് ഒന്ന് മെൽറ്റ് ചെയ്യാനുള്ള സമയം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ നമുക്ക് കിട്ടും. ഞാൻ അപ്പോൾ ഇതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് കുറച്ച് ചീസ് മെൽറ്റ് ചെയ്തിട്ട് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ 3 ചെറിയ ടൊമാറ്റോയും കൂടി വെക്കുന്നുണ്ട്. ഈ ഒരു ചട്ടിപ്പത്തിരി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ അടി കരിഞ്ഞു പോവോ പിന്നെ കുക്ക് ആവാണ്ട് കിട്ടുമോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. നിങ്ങൾ കുക്കിങ്ങിലൊക്കെ ഒരു ബിഗിനർ ആണെങ്കിൽ ഈ ഒരു റെസിപ്പി എന്തായാലും ഈ ഒരു റമദാനിൽ ട്രൈ ചെയ്ത് നോക്കണം.